2 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് കോളേജിലെത്തി. നോക്കുമ്പോൾ സയൻസ് ഡേ ആണ്. അങ്ങനെ എന്തായാലും ഉദ്ഘാടന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ടീച്ചേഴ്സൊക്കെ ആണ് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. എന്തായാലും പ്രിൻസിപ്പാൾ വന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഈയിടെ യുദ്ധഭൂമിയിൽ പുതിയ ക്യാമറാമാൻമാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പിന്നെ സയൻസ് ഡേ പറ്റിയെല്ലാം ജൂനിയറും സാറും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഗാലി സാറില്ലാതെ കോളേജിലെ പരിപാടി കംപ്ലീറ്റ് ആയില്ലല്ലോ. സാർ എന്തായാലും ഇവിടെ ഉണ്ട്. അങ്ങനെ എന്തായാലും പിന്നെ എൻവയോൺമെന്റൽ ഫെസ്റ്റ് പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണമായിരുന്നു അവിടെ നടന്നത്. സംഭവം എന്തായാലും കുറച്ചധികം പേര് തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. എന്തായാലും അവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞു. പിന്നെ കൊടുവള്ളി കലോത്സവത്തിന് 3 ദിവസം സപ്പോർട്ടായി പോയതിന് ട്രോഫി ഒക്കെ ഉണ്ടായിരുന്നു. സംഭവം ട്രോഫി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരോടും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പിന്നെ സയൻസ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു മാഗസിൻ പ്രദർശനമായിരുന്നു അവിടെ നടന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ചാർട്ട് പ്രദർശിപ്പിച്ചു. പിന്നെ വേറെ ചാർട്ട് പ്രദർശിപ്പിച്ചു. പിന്നെ ഇവിടെ നടന്നത് കുറച്ച് എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ഓരോ എക്സ്പെരിമെന്റ്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സംഭവം എന്തായാലും മൊത്തത്തിൽ പറഞ്ഞ എല്ലാം വെറൈറ്റി എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ഞാൻ പണ്ട് കേട്ടതും കണ്ടതും പഠിച്ചതുമായ പരീക്ഷണങ്ങളും അല്ലാതെ വ്യത്യസ്ത തരത്തിലുള്ള പല പരീക്ഷണങ്ങളും അവിടെ അവർ ചെയ്തു. പിന്നെ കുറച്ച് സയന്റിസ്റ്റുകളൊക്കെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ ഏകദേശം പരിപാടി അവസാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. ബി.എഡിന് ക്യാമ്പ് വരുന്നതുകൊണ്ട് മതിൽ വരെ വൃത്തിയാക്കി പെയിന്റ് അടിക്കുന്ന തിരക്കിലാണ് അവർ. ഈ പുള്ളിക്കാരനാണെങ്കിൽ എന്നും പറഞ്ഞ കാര്യമായ പണിയിലാണ്. ഇവരുടെ ഈ പണി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കൂലിപ്പണി രാജൻ. കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. കൂലിപ്പണി രാജൻ. ഉത്തരവാദിത്തത്തോടുകൂടി പണി സൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി. രാജന്റെ മാത്രം പ്രത്യേകതകൾ: സ്വന്തമായി മുഴക്കോൽ, സ്വന്തമായി തൂക്കുകട്ട, തേപ്പ് പലക, കരണ്ടി, ചട്ടി, സ്വന്തമായി കുട്ട, പിക്കാസ് എന്നിവ സ്വന്തമായുള്ള ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി. കൂലിപ്പണി രാജൻ. രാജൻ കൂലിപ്പണി. സാറെന്നാലും കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുന്നവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ചെറുതായിട്ട് സെമിനാറായിരുന്നു നടന്നത്. അങ്ങനെ എന്തായാലും കോളേജ് കഴിഞ്ഞ് നേരെ സ്റ്റാൻഡിലെത്തി. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ കണ്ടു. ഇനി പുള്ളിയുടെ കൂടെ നേരെ നാട്ടിലേക്ക്. അപ്പോൾ ഇത്രയുള്ളൂ.